ഇന്നലെ നമ്മുടെ കുഞ്ഞാവയുടെ ചോറൂണായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ചോറൂണ് നടക്കുന്നത് നമ്മുടെ വീടിനടുത്തുള്ള കുമരമംഗലം കാർത്യായനി ദേവി ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇന്നലെ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ കാരണം കൊണ്ട് എനിക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നാണ് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അതിനു മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. ഇപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ ലോങ് വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ട്, അപ്പോൾ ഇന്ന് വീണ്ടും തുടങ്ങുകയാണ്. അപ്പോൾ വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ടോ. അപ്പോൾ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു, ആ വണ്ടി തിരിക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഞാനും റിച്ചൂട്ടനും കുഞ്ഞാവയും ഏട്ടനും വണ്ടി വരുന്നത് വെയിറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ അമ്മ വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് പിന്നെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളും വയ്യായ്കയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് അമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ. ഇപ്പോൾ അമ്പലത്തിലേക്ക് പോകുന്ന വഴിക്കുള്ള കുറച്ച് കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ നമ്മുടെ വീടിനടുത്തുള്ള പാടങ്ങളും കുറച്ച് കാഴ്ചകളൊക്കെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു പാടത്തെത്തുമ്പോൾ എനിക്ക് അച്ഛനെ ഓർമ്മ വരും കേട്ടോ. കാരണം അച്ഛനെ ഓർക്കാതെ ഈ ഒരു ഭാഗം കടന്നു പോകാൻ പറ്റില്ല. കാരണം അച്ഛൻ്റെ മുഴുവൻ ജീവിതത്തിലെ ഒരു എന്താ മുക്കാൽ ഭാഗവും ഈ ഒരു പാടം ഈ ഒരു പ്രദേശത്താണ് കേട്ടോ കഴിഞ്ഞിട്ടുള്ളത്. കാരണം ഈ ഒരു പാടത്ത് പണിയെടുത്ത് അങ്ങനെ കഴിഞ്ഞു പോയിട്ടുള്ള നാളുകളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ അച്ഛനെ ഓർക്കാതെ കടന്നു പോകാൻ ഞങ്ങൾക്ക് ആർക്കും കഴിയില്ല കേട്ടോ. അപ്പോൾ അമ്പലത്തിൽ ഏകദേശം അടുത്ത് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കൂടുതൽ വീഡിയോ കാര്യങ്ങളൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോഴേക്ക് കുഞ്ഞാവ കരഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. അപ്പോൾ നമ്മളിവിടെ അമ്പലത്തിലെത്തി. ഇതാണ് കുമരമംഗലം കാർത്യായനി ദേവി ക്ഷേത്രം കേട്ടോ. ഞാനൊരു 5 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ ഒരു ക്ഷേത്രത്തിൽ എത്തുന്നത്. അതിന് മുൻപ് എനിക്ക് നല്ലൊരു ബന്ധമുള്ളൊരു ക്ഷേത്രമായിരുന്നു. പിന്നെ ഞാൻ വരാൻ വൈകി ഈ ഒരു ക്ഷേത്രത്തിലേക്ക്. കാരണം പിന്നെ കല്യാണം, പിന്നെ എന്താ പറയുക, പ്രസവം കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് വൈകി ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഇവിടെ ചോറൂണ് നടക്കുകയാണ് കേട്ടോ കുഞ്ഞാവയുടെ. അപ്പോൾ പൂജാരി ഓരോ ചോറൂണ് നടത്തുന്നതിന് മുൻപുള്ള കുറച്ച് പൂജയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുകയാണ്. ചോറൊക്കെ ഇലയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുൻപ് പൂജാരി നടത്തുന്ന പൂജകളും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ എൻ്റെ മൂത്ത കുട്ടിക്ക്, നമ്മുടെ റിച്ചൂട്ടന് ഇവിടെ ചോറ് കൊടുക്കാമെന്ന് ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ റിച്ചൂട്ടന് ചോറ് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. ഇവിടെ ചോറ് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. അപ്പോൾ ഇനിയൊരു കുഞ്ഞുണ്ടായാൽ ഞാനിവിടെ ആദ്യം ചോറൂണ് ഇവിടെ കൊടുക്കാമെന്ന് ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ അടുത്ത മാസം തന്നെ ഞാൻ പ്രഗ്നൻ്റായി. എനിക്കധികം ആ ഒരു പ്രാർത്ഥനയ്ക്ക് ശേഷം എനിക്ക് അധികം കാത്തിരിക്കേണ്ടി വന്നില്ല. ഞാൻ പിറ്റത്തെ മാസം തന്നെ ഞാൻ രണ്ടാമത്തെ കുട്ടിയുടെ ചോറൂണ് എത്രയും പെട്ടെന്ന് തന്നെ പിന്നെ സമയമായപ്പോൾ പിന്നെ ഇവിടെ വേഗം നടത്തി. ഇപ്പോൾ അവിടെ ചോറൂണിൻ്റെ ചടങ്ങ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ റിച്ചൂട്ടനാകെ പിണങ്ങിയിരിക്കുകയാണ് കേട്ടോ. അത് അച്ഛൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവനാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞാവനെ എടുക്കാൻ പോലും അവൻ സമ്മതിക്കാറില്ല. ഇപ്പോൾ മടിയിലിരുത്തിയിട്ട് ചോറ് കൊടുക്കാൻ വേണ്ടി മടിയിലിരുത്തിയിരിക്കുകയല്ലേ കുഞ്ഞാവനെ. അപ്പോൾ അവൻ തെറ്റി മാറിയിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ അവിടെ നിന്ന് മാറിപ്പോയി. അപ്പോൾ അവന് ഭയങ്കര വിഷമമാണ്. അത് ഭയങ്കര വികൃതിയാണ് കേട്ടോ. കുഞ്ഞാവനെ തരം കിട്ടിയാലൊക്കെ അവൻ നന്നായിട്ട് വികൃതി അടിക്കും. അപ്പം ഞാൻ വോയിസ് കൊടുക്കുന്നതിനിടയിൽ വന്നിട്ട് ഇവിടെ എന്തൊക്കെയോ വന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ അവൻ. ഇപ്പോൾ പൂജാരി വന്നിട്ട് ഏട്ടനോട് എല്ലാം പപ്പടം ഉണ്ടായില്ല, ആ ഒരു ഇലയിൽ പപ്പടം, പായസം, പിന്നെ ചോറ്, പുളി, ഉപ്പ് ഇതെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി കുറച്ചായിട്ട് എടുത്തിട്ട് അതെല്ലാം കൂടി നന്നായി കുഴച്ചിട്ട് അവന് കഴിക്കുന്ന രീതിയിലേക്ക് ആക്കിയിട്ട് അതൊന്ന് വായിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കുഞ്ഞാവ കരയാത്തയിലായിരുന്നു കേട്ടോ അതിശയം. കാരണം റിച്ചൂട്ടിൻ്റെ ചോറൂണ് ഗുരുവായൂരായിരുന്നു കേട്ടോ ആദ്യത്തെ ചോറൂണുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ കുഞ്ഞാവയുടെയും 2 ക്ഷേത്രത്തിൽ കൂടിയുണ്ട്, നമ്മുടെ വീടിനടുത്തുള്ള 2 ക്ഷേത്രത്തിലും കൂടി ഉണ്ട് ഇനി അവന് ചോറ് കൊടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം ഇവിടെയാണ് കൊടുക്കുന്നത്. നമ്മുടെ അവൻ്റെ ചോറൂണിന് അവന് ആദ്യം ചോറ് കൊടുക്കുന്ന സമയത്ത് അവന് ഭയങ്കര കരച്ചിലായിരുന്നു. ഗുരുവായൂരായിരുന്നു ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര കരച്ചിലായിരുന്നു. ഇവൻ കരയുന്നൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഏട്ടൻ ചോറ് കൊടുത്തു കഴിഞ്ഞ് പിന്നെ ഞാനും എല്ലാം കൂടി ചേർത്തിട്ട് ഞാനും അവന് ചോറ് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ചേച്ചി ഉണ്ടായിരുന്നു, അമ്മായി ഉണ്ടായിരുന്നു, പിന്നെ ചേച്ചിയുടെ മക്കളുണ്ടായിരുന്നു, മകളുടെ ഭർത്താവ് ഉണ്ടായിരുന്നു, ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നമ്മുടെ കുഞ്ഞാവയ്ക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു. റിച്ചൂട്ടനെ കൊണ്ടും കുടിപ്പിച്ചു. അവൻ ഇങ്ങനെ മാറി നിൽക്കുക. അവനിതൊന്നും കണ്ടിട്ട്
തീരെ ഇഷ്ടപ്പെടുന്നില്ല അവന്. അറിയാലോ, ചെറിയ കുട്ടികളാവുമ്പോൾ താഴെ അധികം പ്രായമൊന്നും അവനായിട്ടില്ല കേട്ടോ, ആകെ 2.5 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അപ്പം അതിന് മുന്നേ തന്നെ അടുത്ത ആളുണ്ടായില്ലേ, അപ്പം അതിൻ്റെ ഒരു കുശുമ്പ് അവന് നന്നായിട്ടുണ്ട്. പിന്നെ നമ്മൾ ചോറൂണെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ നമ്മൾ ചെറിയൊരു സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വന്നവർക്ക് നമുക്ക് ചോറും പിന്നെ ഒരു കേബേജ് തോരനും ഉണ്ടാക്കി, പിന്നെ സാമ്പാറും പപ്പടവും, പിന്നെ നമ്മൾ ചെറിയൊരു പായസം കൂടിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ചോറൂണ് പരിപാടിയൊക്കെ അടിപൊളിയായിട്ട് നടന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.